പാലക്കാട് തിരുമിറ്റക്കോട് കറുകപുത്തൂരിൽ കാറിന് തീ പിടിച്ചു. ആളപായമില്ല. രാത്രി 11 മണിയോടെയാണ് സംഭവം. കാർ പൂർണ്ണമായും കത്തിയമർന്നു. കറുകപുത്തൂർ ഹെൽത്ത് സെന്ററിന് സമീപം നിർത്തിയിട്ട കാറാണ് കത്തിയത്. എറണാകുളം സ്വദേശി താജുദ്ദീന്റെ വാഹനമാണ് കത്തിയത്. ഇയാളുടെ ഭാര്യ തിരുമിറ്റക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് താജുദ്ദീൻ തന്നെയാണ് വാഹനം കത്തിച്ചതെന്നാണ് സൂചന. പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എം വിഷ്ണു ചേർന്ന വിവരങ്ങളുമായി. വിഷ്ണു, ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ താജുദ്ദീൻ തന്നെയാണ് ഈ കാറിന് തീ കൊളുത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ വെറും കുടുംബ പ്രശ്നം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം മറ്റോ ആയിരുന്നോ? അതല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായൊരു കാരണം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ടോം, ഇന്നലെ രാത്രി 10:30 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തീ റോഡിൽ തീ ആളിപ്പെടുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് ഈ കാറാണ് കത്തുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നത്. കാറിനുള്ളിൽ ആൾക്കാരുണ്ടെന്നൊക്കെയാണ് ആദ്യം പ്രദേശവാസികൾ, നാട്ടുകാർ ധരിച്ചിരുന്നത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പട്ടാമ്പിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ്. പട്ടാമ്പിയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീക്ക് എടുത്തതിന് ശേഷമാണ് ഇതിൽ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ള ഒരു ആശ്വാസ വാർത്ത എത്തിയത്. പിന്നെയാണ് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തുടരന്വേഷണത്തിലാണ് ഈ കാർ കത്തിച്ചതാണ് ഈ കാറിന്റെ ഉടമ എറണാകുളം സ്വദേശി താജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി കത്തിച്ചതാണെന്നുള്ള വിവരം പുറത്തു വരുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ താജുദ്ദീനും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കാറ് കത്തിച്ചതാണ്. ആ ഒരു വൈകാരിക നിമിഷത്തിൽ കത്തിച്ചതാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്ക് വലിയൊരു ധാരണയില്ല. കാരണം ഇവരുടെ ഭാര്യ തിരുമറ്റക്കോട് പഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ്, നേഴ്സാണ്. അപ്പോൾ സബ് സെന്റർ, ഈ തിരുമറ്റക്കോട് ഭാഗത്തുള്ള കറുകപുത്തൂർ ഭാഗത്തുള്ള സബ് സെന്ററിലാണ്, അതിന് സമീപത്താണ് ഇവർ താമസം. അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈ റോഡരികിൽ ഈ സബ് സെന്ററിന് സമീപം നിർത്തിയിരുന്ന മാരുതി ഈക്കോ വാനാണ് കത്തിച്ചത് രാത്രിയോട് കൂടിയിട്ട്. കൂടുതൽ വിവരങ്ങൾ കുടുംബ പ്രശ്നമാണ് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് സമീപവാസിയിൽ നിന്നും പോലീസിൽ നിന്നും. കൂടുതൽ ഇതിന്റെ വ്യക്തമായ ഒരു ആത്മഹത്യാ ശ്രമം എന്നുള്ളതൊന്നും ഇതിൽ കാണുന്നില്ല.